കഴിഞ്ഞ ദിവസം നടന്ന ഫൈസൽ മലബാറിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ ഒരുപാട് സെലിബ്രിറ്റികൾ പങ്കെടുത്തിരുന്നു. അവരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തന്നെ ആദിലയും നൂറയും ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അവർ ആ ചടങ്ങിൽ പങ്കെടുത്തത്. എന്നാൽ ഈ ലെസ്ബിയൻ ദമ്പതികൾ ചടങ്ങിൽ പങ്കെടുത്തതിൽ കുറച്ചുപേർക്കെങ്കിലും വിമർശമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഫൈസൽ മലബാർ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ഫൈസൽ മലബാർ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് വൈറലാവുകയാണ് ഇപ്പോൾ. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമങ്ങളിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഈ പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് ആദില നൂറ ആരാധകർ ഇപ്പോൾ രംഗത്തു വന്നിരിക്കുകയാണ്. ഇതൊരുമാതിരി വിളിച്ചുവരുത്തി അപമാനിച്ചതുപോലെയായി. അവരെ ക്ഷണിച്ചതുകൊണ്ടായിരിക്കുമല്ലോ അവർ ആ പരിപാടിയിൽ സന്തോഷത്തോടെ പങ്കെടുത്തത്. അദ്ദേഹം ഇങ്ങനെയൊരു പോസ്റ്റ് ഇട്ടുകൊണ്ട് അവരെ ഇത്തരത്തിൽ അപമാനിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ആരാധകർ ഖേദം പ്രകടിപ്പിച്ചു. എന്തൊക്കെയാണെങ്കിലും അവരും മനുഷ്യരല്ലേ, ആത്മാഭിമാനം അവർക്കും ഉണ്ടാകില്ലേ? ക്ഷണിച്ചില്ലായിരുന്നുവെങ്കിൽ അവർ ആ ചടങ്ങിൽ പങ്കെടുക്കില്ലായിരുന്നു. വിളിച്ചുവരുത്തി അപമാനിച്ചത് വളരെ മോശമായി പോയി എന്നാണ് ഏവരുടെയും അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കുറിക്കൂ.